ലോകം മാനവികതയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് സമാനതകളില്ലാത്ത വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര സമൂഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നാം ഇസ്രായേലിന്റെ തന്ത്രപരമായ ഭ്രമണപഥത്തിലേക്ക് കൂടുതൽ വഴുതി വീഴുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ എഡിറ്റോറിയലിനെ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കടുത്ത വിമർശനങ്ങളാണിവ. ഫലസ്തീനിലെ പിഞ്ചുകുട്ടികളെ പോലും ക്രൂരമായി ലക്ഷ്യമിടുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നിൽ ഇന്ത്യ തങ്ങളുടെ പരമ്പരാഗതവും സ്വതന്ത്രവുമായ വിദേശ നയം പണയപ്പെടുത്തുകയാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഈ വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയപരമായ ഒരു ആരോപണങ്ങൾ മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമൂഹം പുറത്തുവിട്ട ക്രൂരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പ്രശസ്തനായ ഇന്ത്യൻ ജസ്റ്റിസ് എസ് മുരളീധരൻ നയിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച 94 പേജുള്ള പുതിയ റിപ്പോർട്ട് ലോക മനസ്സാക്ഷിയെ ഉലയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരുന്നത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 25,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയും 45,000-ഓളം കുട്ടികൾക്ക് മാരകപരമായി പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട ഒട്ടനവധി ആൺകുട്ടികളുടെ തലയിലും കഴുത്തിലും വെടിയേറ്റ നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതൊന്നുമല്ല, മറിച്ച് കുട്ടികളെ കൃത്യമായി ലക്ഷ്യം വെക്കുന്ന ആസൂത്രിതമായ ഒരു വേട്ടയാടലായിരുന്നു ഇത് എന്ന് അടിവരയിടുന്നു. ഗാസയിലെ 97% വിദ്യാലയങ്ങളും ആശുപത്രികളും അടക്കമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും തകർത്തതോടെ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഒരു രാജ്യത്തിനെ, ഒരു നാടിന്റെ ഭാവിയെ പാടെ ഇല്ലാതാക്കാനുള്ള കൃത്യമായ വംശഹത്യയാണ് അവിടെ നടക്കുന്നതെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ ലോകം അപലപിച്ചതാണ്. എന്നാൽ അതിനു പകരമായി ഈ 2.5 വർഷമായി ഇസ്രായേൽ സൈന്യവും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും കാട്ടുന്ന ക്രൂരതയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഗസയെ പൂർണ്ണമായി ഉപരോധിക്കുമെന്നും പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിമാരുമാണ്. എന്നാൽ ഫലസ്തീനികളെ മൃഗങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അവർ ലക്ഷക്കണക്കിന് ആളുകളെ സ്വന്തം മണ്ണിൽ നിന്ന് ഓടിക്കുന്നതാണ് തങ്ങളുടെ വിജയമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. വാഷിംഗ്ടണിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഗവൺമെന്റ് നൽകുന്ന അന്ധമായ പൂർണ്ണ പിന്തുണ മാത്രമാണ് ഈ ക്രൂരത തുടരാൻ ഇസ്രായേലിന് കരുത്തു നൽകുന്നത്. എന്നാൽ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും അന്താരാഷ്ട്ര കോടതികളും ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയും അയർലാൻഡും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിയമ പോരാട്ടം നടത്തുമ്പോൾ ലോകം ഇസ്രായേലിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇന്ത്യ മാത്രം ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നു. ഇവിടെയാണ് നിലവിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. ചരിത്രപരമായി എക്കാലത്തും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കൊപ്പം നിന്ന രാജ്യമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കാലം മുതൽ നാം ഉയർത്തിപ്പിടിച്ച ധാർമ്മികമായ വിദേശ നയമാണിത്. എന്നാൽ ഇന്ന് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പേരിൽ ഇന്ത്യ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതികൾക്ക് നേരെ കണ്ണടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം തുടർന്നുള്ള തന്ത്രപരമായ നീക്കങ്ങളും ചരിത്രത്തിൽ അമ്പരിപ്പിക്കുന്ന തന്ത്രപരമായ തെറ്റായി രേഖപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം മണ്ണിൽ ചോര ചിന്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ ഇന്ത്യക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? മാനുഷിക മൂല്യങ്ങൾക്കും ധാർമ്മികതകൾക്കും മുൻഗണന നൽകിയിരുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ മൗനം തെളിയിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ യഥാർത്ഥ ആത്മാവ് എക്കാലത്തും സാമ്രാജ്യത്വത്തിനും അടിച്ചമർത്തലുകൾക്കും എതിരെയായിരുന്നു. ചേരിചേര നയത്തിന്റെ തലപ്പത്തിരുന്ന് ലോകത്തിന് ധാർമ്മികമായി കാണിച്ച ഒരു രാജ്യം ഇന്ന് വെറും തന്ത്രപരമായ താല്പര്യങ്ങളുടെയും പ്രതിരോധ കരാറുകളുടെയും പേരിൽ ഗസയുടെ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് നേരെ കണ്ണടക്കുന്നത് ചരിത്രപരമായ വഞ്ചനയാണ്. ലോകം ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നാം എന്തിനാണ് ആ വംശഹത്യയുടെ ഭ്രമണപഥത്തിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും താൽക്കാലിക നയതന്ത്ര ലാഭങ്ങൾക്കും വേണ്ടി ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ വിദേശ നയത്തിന്റെ പാരമ്പര്യം പണയപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് ഭരണകൂടം മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ഇനിയെങ്കിലും ധാർമ്മികമായ വ്യക്തതയോടെ സംസാരിക്കാൻ ഇന്ത്യ തയ്യാറാകണം. Waytonikah.com, the exclusive Muslim matrimonial site.